അതായത് ഉമാ തോമസ് വീണിട്ടില്ലായിരുന്നെങ്കിൽ ഈ സംഭവം ചർച്ചയില്ല. വെറും ചർച്ച എന്താണ്? 12,500 പേർ പങ്കെടുത്ത ഗിന്നസ് റെക്കോർഡ് ഭേദിച്ച നൃത്ത പരിപാടി എന്നുള്ളത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. അത് ഫ്രണ്ട് പേജ് പത്രങ്ങളിൽ ചാനലിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിപാടിക്ക് വരാം. ഉമാ തോമസ് എന്ന് പറയുന്ന അവർ വീഴുന്ന രംഗം കൃത്യമായിട്ട് ലോകം മുഴുവൻ കാണുന്നു. അതിനാണ് പ്രാധാന്യം വന്നത്. കാരണം ഒരു ജീവനാണ്. അത് ഉമാ തോമസ് അല്ല, ഏതൊരു മനുഷ്യജീവിയാണെങ്കിലും ജീവൻ 100% ജീവന് വിലയുള്ളതാണ്. നമ്മൾ ഇപ്പോൾ പല റോഡിലും കാനകൾ കാണാറുണ്ട്, സ്ലാബില്ലാത്തത്, കൈവേരില്ലാത്ത. അപ്പൊ ഈ സ്റ്റേജ് ഉണ്ടാക്കിയത് ആരാണ്? താങ്കൾ ഉത്തരവാദിത്വം താങ്കൾക്കാണ്, പക്ഷെ താങ്കൾ ആർക്കാണ്? ഞാൻ ബെന്നി എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർ, സാധാരണ പന്തൽ പണിക്കാരനാണ്. ഈ സ്റ്റേജിൻ്റെ ഈ ചെയറുകളുടെ മേലെ സ്റ്റേജ് അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ റെഡിമെയ്ഡ് സിസ്റ്റം ഇടാൻ കഴിയില്ല. പലക വെച്ച് മറ്റേ അടിയിൽ കാലുകൾ കൊടുത്താൽ ചെയറിൻ്റെ ഗ്യാപ്പുകൾ, കാരണം ചെയർ കേട് വരാൻ പാടില്ല. അപ്പോൾ അതിൽ കൃത്യമായി വെച്ച് അതിൽ ഒരു ഏകദേശം 50 പേര് വരുന്ന ഡാൻസ് ടീം ഫുൾ റിഹേഴ്സൽ കഴിഞ്ഞതാണ് ആ സ്റ്റേജിന്മേൽ. 50 പേരും ഡാൻസ് കളിച്ച് ചാടി കളിച്ച്. കാരണം നിങ്ങൾ കാണാത്തൊരു വിഷ്വലുണ്ട് എന്ന് പറഞ്ഞാൽ, ഇത് കഴിഞ്ഞിട്ട് 3 മണിക്കൂർ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഈ 3 മണിക്കൂർ എൻ്റർടൈൻമെൻ്റ് ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാം മുഴുവൻ റിഹേഴ്സൽ ആ സ്റ്റേജിൽ കഴിഞ്ഞതാണ്. ഈ പരിപാടി കഴിയുമ്പോൾ ഓരോരോ സെലിബ്രിറ്റി വെച്ചിട്ടുള്ള ഡാൻസുകൾ അതിലുണ്ട്. അപ്പോൾ ആ പെർഫോമൻസ് ഇത് കഴിഞ്ഞ് നടക്കേണ്ട അത്രയും വലുപ്പമുള്ളൊരു സ്റ്റേജ് ഉണ്ട് അവിടെ. അപ്പോൾ ആ സമയത്തെങ്കിലും ഇവരുടെ ഒരു കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് ആരായിക്കോട്ടെ, GCD ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഈ GCD ചെയർമാൻ തന്നെ അവിടെ വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈയെഴുകാൻ പറ്റുമോ? അത് ഏത് മനുഷ്യനും മനസ്സിലാക്കാവുന്ന കാര്യമല്ലുള്ളൂ. എൻ്റെ വീട്ടിൽ ആരോ വന്നിട്ട് എന്തോ ഇട്ടിട്ട് ഞാനത് അറിഞ്ഞിട്ടില്ല, എന്നിട്ട് എന്നാൽ ഞാൻ വീട്ടിലില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ആ വീട്ടിലുണ്ട്, എന്നിട്ട് പറയുന്നു ആരോ വന്ന് സ്റ്റേജ് എന്തോ അവിടെ ഇത് കാണിച്ചു, അത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പൊതുജനങ്ങൾക്കറിയാലോ. ഒരാളെടുത്തുനിന്ന് 3,500 രൂപ മേടിക്കുന്നു, ചിലയിടത്ത് 5,000 രൂപ മേടിക്കുന്നു, ചിലയിടത്ത് 10,000 രൂപ മേടിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര കംപ്ലൈൻറ്റുകളാണ്. ഭയങ്കര തട്ടിപ്പാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് മനസ്സിലായ കാര്യം, വളരെ ജെനുവിനായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ മൃദംഗവിഷൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എനിക്കതിൻ്റെ വേറെ വേർഡ്സ് ഒന്നും അറിയില്ല. പക്ഷേ എൻ്റെ അടുത്തേക്ക് വരുന്നത് ആകെ അവർ നോക്കിയിട്ടുള്ളത്, ഞാൻ ഓൾറെഡി 3 ഗിന്നസ് അറ്റംപ്റ്റ് വിജയകരമായി ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടാണ്. നേരത്തെ ഏതൊക്കെയായിരുന്നു? ഒരു ഏറ്റവും ലോങ്ങസ്റ്റ് കേക്ക്, അതായത് 5.25 കിലോമീറ്റർ നീളമുള്ള കേക്കാണ് എവിടെ? തൃശ്ശൂർ ചെയ്തത്. പിന്നെ ഏകദേശം 17,600 പേര് പങ്കെടുത്ത പാപ്പമാരുടെ ഒരു ഗാദറിംഗ് ഉണ്ടായിരുന്നു. ക്രിസ്മസ് പാപ്പമാർ, ബോണത്താലുമായി ബന്ധപ്പെട്ട് അതും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ തിരുവാതിര കളക്ടർ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ 3 പരിപാടിയാണ് നമ്മൾ. അതും തൃശ്ശൂരാണ്. അപ്പോൾ ആ 3 പരിപാടി, അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംഘാടകൻ ആദ്യം നോക്കി എന്തായിരിക്കും, ഒരു മാസ് ക്രൗഡ് വരുന്നൊരു പരിപാടി ഹാൻഡിൽ ചെയ്തിട്ടുള്ളൊരു ഇവൻറ്റ് മാനേജറെ അവർ നോക്കി. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അവർ ആദ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ ഇല്ല, ഞങ്ങൾ നിങ്ങളെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് പ്രൈസ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ എന്നെ വിശ്വസിച്ച് വരുന്ന ഒരാളുടെ അടുത്ത് എനിക്കിതിൽ കച്ചവടമില്ല, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അപ്പോൾ അത്രയും ഒരു എന്താ പറയുക, നമുക്ക് ഒരു ട്രസ്റ്റ് ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവർ കൃത്യമായി നമ്മളോട് ഇതിൻ്റെ ലോഞ്ച് തൊട്ട് നമ്മൾ ഇവരുടെ കാര്യങ്ങൾ ചെയ്ത് ഇവൻറ്റ്സുകൾ ചെയ്യുന്നുണ്ട്. അതിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയ കാര്യം, ഇവർ കൃത്യമായി 3,500 രൂപ ഇൻക്ലൂസീവ് GST ആണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ടീച്ചേഴ്സാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. അതിൽ ഇവർ പ്രത്യേകം പറഞ്ഞു, ഈ കുട്ടികൾ നേരിട്ട് വരുന്ന കുട്ടികൾക്ക് ആണെങ്കിൽ 4,500 രൂപ വേണമെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇൻഡിവിജ്വലായിട്ട് പാരൻസ് കുട്ടികളെ കൊണ്ടുവന്നാൽ ഈ പരിപാടി വളരെ സ്മൂത്തായിട്ട് നടക്കില്ല. കാരണം അത് ഓരോ ടീച്ചേഴ്സിൻ്റെ കീഴിൽ 50 മുതൽ 100 മുതൽ 200 പേര് വരെയുള്ള കുട്ടികൾ വരികയാണെങ്കിൽ ആ ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റിയാണ്, കൃത്യമായി അവരെ പഠിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് അവരുടെ സ്ട്രാറ്റജി നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 12,500 പേരിൽ 140 കുട്ടികളാണ് ഇൻഡിവിജ്വലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നൃത്ത അധ്യാപകരുടെ ഇതിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കാവുന്ന എന്താ വെച്ചാൽ, വളരെ ജെനുവിനായിട്ടുള്ള കുറേ ടീച്ചേഴ്സ് ഉണ്ടാവും. അതിൽ 1-2 ആളുകൾ ചിലപ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ 3,500 എന്നുള്ളത് കൂട്ടി മേടിച്ചിട്ടുണ്ടാവും. ഈ 3,500-ൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ, GST കഴിഞ്ഞാൽ സംഘാടകർക്ക് കിട്ടുന്ന 2,900 രൂപ. ഈ 2,900 രൂപയിൽ
900 രൂപ ആ ടീച്ചർക്കുള്ള ദക്ഷിണയാണ്, ഈ കുട്ടീനെ പഠിപ്പിച്ച് കൊണ്ടുവരാനുള്ള ദക്ഷിണയാണ്. അത് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്നത് 2000 രൂപ. അതിലൊരു സാരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അവിടെയും മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. കല്യാൺ സിൽക്സ് പറഞ്ഞു അതെന്തുകൊണ്ടാ വെച്ചാൽ ഇവർ ഏത് കമ്മിറ്റിയും 2 സ്ലോട്ടായിട്ടാണ് പേയ്മെൻറ്റ് മേടിക്കുന്നത്. അതായത് 3600 രൂപ ആദ്യം 1900 രൂപയും പിന്നീട് 1600 രൂപ, അങ്ങനെ 2 ഗഡുമായിട്ട് മേടിക്കുന്നു. ഈ രണ്ടാമത്തെ ഗഡു കൊടുക്കുമ്പോൾ അവർ പറയുന്നു നിങ്ങൾ പൈസ തന്നാലാണ് സാരി തരുള്ളൂ. അത് ഒരു ലാസ്റ്റത്തെ ക്രൈറ്റീരിയ ആണല്ലോ. രജിസ്റ്റർ ചെയ്യാൻ ഇത്ര രൂപ അടയ്ക്കുക, ഫൈനൽ നിങ്ങൾക്ക് സാരി തരാൻ വേണ്ടിയിട്ട് തരുന്ന സമയത്ത് നിങ്ങൾ ഈ പൈസ അടയ്ക്കണം, എന്നാലാണ് സാരി കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വന്നു 1600 രൂപയുടെയാണ് സാരി എന്നാണ്. അതല്ല അതിൻ്റെ സത്യം. ടോട്ടൽ ഫീസിൽ ഫൈനൽ ഗഡു അടയ്ക്കാൻ 390 രൂപ. അതെ. അപ്പം നോക്കിയാൽ മതി, 2000 രൂപയാണ് അവർക്ക് കിട്ടുന്നത് ഈ ടീച്ചറുടെ ദക്ഷിണ കഴിഞ്ഞിട്ട്. അതിൽ 400 രൂപ ഇവർക്ക് പോയി, എന്താ പറയുക, സാരിക്ക് പോയി. പിന്നെ കിട്ടുന്ന 1600 രൂപയാണ് ഒരു കുട്ടിയുടെ. അതിൽ 24 ലക്ഷം രൂപ മറ്റേ ഗിന്നസുകാർക്ക് കൊടുക്കുന്നു, 10 ലക്ഷം രൂപ ഗ്രൗണ്ട് ബുക്ക് ചെയ്യാൻ കൊടുക്കുന്നു, ഈവൻസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പെർമിഷൻ എടുക്കുന്നു. ബാക്കിയുള്ള അവർക്ക് ഏകദേശം മോർ ദാൻ 25 ലാക്സ് ലൈസൻസ്, പോലീസ്, എല്ലാ സംവിധാനവും ബാക്കിയുള്ളതൊക്കെ അവരാണ് നോക്കിയിരുന്നത്. അവർക്ക് മോർ ദാൻ 25 കൊടുത്തു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അത്രയും കൊടുത്തിട്ടുണ്ട്. ഏകദേശം അത്ര തന്നെ പൈസ ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഈ രജിസ്ട്രേഷൻ സോഫ്റ്റ്വെയറും ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് 10 ലക്ഷം രൂപ ചിലവ് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കൂട്ടിയാൽ ഇതിൻ്റെ പൈസ ഏകദേശം എത്ര കോടി രൂപ ചിലവ് വരും? ഈ കുട്ടികൾക്കുള്ള റിഫ്രഷ്മെൻറ്റ്, ഈ പരിപാടിക്ക്, ഈ ദിവ്യോണി തുടങ്ങിയിട്ടുള്ള സെലിബ്രിറ്റികൾക്കുള്ള റെമ്യൂണറേഷൻ, ഇവരാരും വെറുതെ വന്നവരില്ല. എന്താണ് അവസാനം വന്നത്? ദിവ്യോണി എല്ലാ പണവും മേടിച്ച് സ്ഥലം വിട്ടു എന്ന് പറയുന്ന ഒരു വലിയ ആരോപണം കൂടെ വന്നിട്ടുണ്ടല്ലോ. അതിന്റെ സത്യാവസ്ഥ എന്താണ്? അല്ല, ഒരു സെലിബ്രിറ്റിയാണ് കാശ് പിടിച്ചെങ്കിൽ, സെലിബ്രിറ്റിയുടെ കമ്പനിയിലേക്കാണ് കാശ് പിടിച്ചെങ്കിൽ ഓക്കെ. ഇത് സെലിബ്രിറ്റിയുടെ ആഗ്രഹം എന്താ? ആ ഒറ്റയ്ക്ക് ഒരിക്കലും ഒരാൾക്ക് ഗിന്നസ് കിട്ടില്ല. കിട്ടും ഇല്ല, 12,500 പേരുണ്ടെങ്കിൽ കിട്ടുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം. അതായത് ഇവരൊക്കെ വിട്ടിട്ട് എനിക്ക് ഗിന്നസ് കിട്ടാൻ കഴിവുള്ള, എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് കിട്ടാം. അതല്ലെങ്കിൽ കൂട്ടിപ്പിടിക്കുമ്പോൾ കിട്ടുന്നതാണ് ഗിന്നസ്. ആ കൂട്ടിപ്പിടിക്കുന്ന ഗിന്നസിൽ ഒരു ലീഡർ ആവാൻ ഒരു സെലിബ്രിറ്റിക്ക് സാധിക്കുക എന്ന് പറയുമ്പോൾ, നോർമൽ ഒരു 10 ലക്ഷം മേടിക്കുന്ന സെലിബ്രിറ്റി ചിലപ്പോൾ 5 ലക്ഷം 2 ലക്ഷം മേടിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് റോളില്ല. അവരുടെയും മനസ്സിലെന്താ, ഒരു ഗിന്നസ് ഹോൾഡറാണ്, എനിക്ക് ബേസിക് റെമ്യൂണറേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൂടെ ഒരു സെലിബ്രിറ്റി, കുറേ നാളായിട്ട് മറന്നിരിക്കുന്ന സെലിബ്രിറ്റി ആണ് വീണ്ടും ഉയർത്തു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരതിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടാവും, മറ്റേ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അവിടെയും ഈ ആൾക്ക് എന്ത് തെറ്റാണ് വരുന്നത്? നാളെ ഇങ്ങനെ ഈ രീതിയിൽ പോയാൽ ആരാണ് എന്ത് കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുക്കുക? അപ്പോൾ ആൾക്കാർ പറയും, എന്തിനാണ് ഗിന്നസ്, ഇതൊന്നും മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്താണ്? പലർക്കും പല സ്വപ്നങ്ങളല്ലേ. ഒരു കുട്ടി ഒരു നൃത്തം പഠിച്ചിട്ട് ഒരു എന്താ പറയുക, അവരുടെ അരങ്ങേറ്റത്തിന് പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ മിനിമം 50,000 രൂപയില്ല അതൊരു കുട്ടിക്ക് അരങ്ങേറ്റത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അവിടെയാണ് 3,500 രൂപയ്ക്ക് ഒരു കുട്ടിക്ക് അവരുടെ ഡാൻസ് പെർഫോം ചെയ്തിട്ട് ഒരു ഗിന്നസ് കിട്ടുക എന്ന് പറയുന്നത്. അവരുടെ വീട്ടിലെടുത്ത് വയ്ക്കുന്ന ഒരു സന്തോഷമല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കലാമേളകളുടെ ആവശ്യമില്ലല്ലോ. കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് ചിലവാക്കിയിട്ട് മത്സരങ്ങൾ കണ്ടക്ട് ചെയ്ത് അവർക്ക് സമ്മാനം കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ വരുന്നത് അവരവരുടെ കലയോ അവർ സ്നേഹിക്കുന്ന അവരുടെ പാഷനോ അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ഇതിൽ താങ്കൾ എത്ര കാലമായി ഈ രംഗത്ത് വന്നിട്ട്? ഞാൻ ഏകദേശം 16 വർഷം ആയി ഇവൻ്റ് ഇൻഡസ്ട്രിയിൽ. എന്താ പറയുക, നമ്മൾ എത്ര സ്റ്റേജ് പ്രോഗ്രാം, ഈവൻറ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്? എനിക്ക് അങ്ങനെ എന്തായാലും 10,000-2000 മേലെ 2000 പ്രോഗ്രാം. കേരളത്തിലും ഞാൻ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്ത് ചെയ്തിട്ടുണ്ട്, ദുബായിൽ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള രാജ്യങ്ങളിലും കുറച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്കൾക്ക് എക്സ്പീരിയൻസ്ഡ് ആണ്? അതേ പറഞ്ഞത്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും നമ്മൾ നിസ്സഹായരാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. ഇവിടുന്ന് ഒരു ഡിഗ്രി കോളേജ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നൊരു കുട്ടി, ഒരു വിസിറ്റിംഗ് കാർഡ് പിടിച്ച് ഇറങ്ങി വരുന്നൊരു കുട്ടിയും ഇന്ന് ഇവൻറ്റ് മാനേജറാണ്. അവർക്ക് GST രജിസ്ട്രേഷൻ പോലും ഇല്ല. ഇപ്പം നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ ഫേസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നമ്മൾ 12% GST ഉള്ള കൊട്ടേഷൻ കൊടുക്കുമ്പോൾ തന്നെ അവർ പറയും, ഞങ്ങൾക്ക് അതിനൊക്കെ കുറവിൽ GST ഇല്ലാത്ത കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അവിടുന്ന് തൊട്ടാണ് ഈ ഇൻഡസ്ട്രിയുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും മത്സരമാണ് എൻ്റെ ഉള്ളിൽ. ഈ മത്സരിക്കുന്നത് എവിടേക്കായിരിക്കും പോവുക? ക്വാളിറ്റിയിലേക്കാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ക്ലയൻറ്റ് പറയുന്നിടത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ ചെയ്യുന്നതിൽ വേറെ ആളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊരു ഗൈഡ് ലൈൻ നിർബന്ധമായിട്ടും വരണം എന്നുള്ളതാണ്
അത് ഗവൺമെന്റ് തലത്തിൽ എല്ലാ ഗവൺമെന്റ് തലത്തിൽ, കോർപ്പറേഷൻ തലത്തിൽ ഇതൊരു ഈ ഇങ്ങനെ ഒരു സംഭവത്തിൽ തുടർന്ന് ഇനി മേലിൽ അത്ര സംഭവിക്കാതിരിക്കാൻ വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ തന്നെ ഗവൺമെന്റ് പുറപ്പെടുവിക്കണം. ഇതില്ലെങ്കിൽ നമ്മൾ തൽക്കാലം ചെയ്യുന്ന എന്താ പറയുക, ഓട്ടടയ്ക്കുന്ന പോലത്തെ ഒരു സംവിധാനമായിട്ട് ഇതിനിപ്പോൾ ഓക്കെ ഞങ്ങളുടെ പേരിൽ കുറച്ച് പേരുടെ പേരിൽ കേസ് എടുത്ത് കോടതിയിൽ ചെല്ലുന്നു. കോടതിയിൽ ചെല്ലുമ്പോൾ ശിക്ഷിക്കാതിരിക്കാം. എന്തായാലും ആ അമ്മയ്ക്ക് പറ്റിയിട്ടുള്ള അപകടം അത് ഞങ്ങൾക്ക് ആരെ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ ആ വിഷമത്തിൽ നമുക്ക് പങ്കുചേരണം. ആർക്കും അപകടം പറ്റിയ ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് മൊത്തം. ഇപ്പം ഞങ്ങൾ ആ പരിപാടിയിൽ എൻ്റെ ഭാഗത്ത് എടുത്തിട്ടുള്ള 2 കാര്യങ്ങളാണ് പെർമിഷൻ. ഒന്ന്, ആ പരിപാടിക്കുള്ള ഇൻഷുറൻസ്. കാരണം ഇത്തരം എല്ലാം എടുത്തിട്ടുണ്ട്. അതായത് GCDയുടെ ഗ്രൗണ്ട് GCDയെ കാശടിക്കാണ്ട്. പിന്നെ അവിടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം വന്ന ഈ GCDA ഗ്രൗണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. അത് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാധീനത്തിന് ഫലമായിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ മനസ്സിലാക്കിയത് ഇവരവിടെ പോയി ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടാവും ഒരു ഗ്രൗണ്ടിലേക്ക് ചെരുപ്പിടാതെ കുട്ടികൾ വരിക എന്ന് പറയുന്നൊരു കാര്യം അവതരിപ്പിക്കുന്നത്. ഗ്രൗണ്ടിനെ സംബന്ധിച്ചിട്ട് ഗ്രൗണ്ട് കേടാവരുത് എന്നുള്ളതാണല്ലോ അവരുടെ കൺസേൺ ആദ്യം. അപ്പോൾ അതുമാത്രമല്ല, ഇതൊരു കേരളത്തിലത്തെ ഒരു പുറത്തേക്ക് ഇത്രയും ഗിന്നസിലേക്ക് പോകുന്നൊരു പരിപാടി. അപ്പോൾ ഇത് അവർ കൃത്യമായി അവർ കൺവേ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടി കുട്ടികൾ ചെരുപ്പില്ലാണ്ട് വന്ന് പെർഫോം ചെയ്യുന്നൊരു വെന്യൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മൈലേജ് GCDAക്ക് കിട്ടാം, ഗിന്നസിൻ്റെ ഭാഗമാവും. ചോദിച്ചതല്ല. അപ്പോൾ അതാ ഞാൻ പറയാം, ആ കാര്യം വേറെ ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു മ്യൂസിക്കൽ പരിപാടിക്കാണ് കൊടുത്തെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നമ്മളൊരു വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ഒരു പ്രോഗ്രാം ആയിരുന്നെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ കോൺട്രവേഴ്സിക്ക് സ്കോപ്പ് ഉണ്ട്. ഇവിടെ അതല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത് അനുവദിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നോംസ് ആൻഡ് റെഗുലേഷൻ എതിരാണ് എന്നാണ് അവരുടെ നോംസ് ആൻഡ് റെഗുലേഷൻ. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇത് അങ്ങനെ എതിരാണെങ്കിൽ ഒരിക്കലും അത് പെർമിറ്റ് ചെയ്യില്ലല്ലോ. അത് സ്വാധീനത്തിന് ഫലമായിട്ട് അങ്ങനെ സ്വാധീനമുള്ള ആയിരുന്നെങ്കിൽ അവരിന്ന് ഇതിൽ പ്രതിയാവില്ലല്ലോ. ഇത്രയും സ്വാധീനമുള്ള ആളുകളാണെങ്കിൽ അവർ മാറ്റി പറയുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും പവർഫുള്ളാണ് ആ ലീഡർഷിപ്പ് എങ്കിൽ ഈ പറയുന്ന GCDA അവർക്കൊന്നും തലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഉത്തരവാദിത്തം ഈ നടത്തിപ്പുകാർക്ക് തലയിലിടുക എന്നുള്ളതാണല്ലോ അവർ ചെയ്യുന്നത്. പവർഫുൾ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും പറച്ചിലിന്റെ ലെവൽ മാറും. ഇത് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നിടത്ത് അവരുടെ നിസ്സഹായതയാണ്.